ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ അമ്മാവനാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നാണ് പോലീസിന് കിട്ടുന്ന സൂചന. ഹരികുമാർ എന്നാണ് കുട്ടിയുടെ അമ്മാവന്റെ പേര്. ഹരികുമാർ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ആരാണ് ഈ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞത് എന്ന ചോദ്യമായിരുന്നുവല്ലോ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അമ്മാവനാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? മനുഷ്യ ഇപ്പോൾ പോലീസിന്റെ ഒരു വിലയിരുത്തൽ ഏറ്റവും അവസാനം ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോഴും അമ്മാവൻ ഹരികുമാർ തന്നെയാണ് കൊല ചെയ്തതെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ പൂർണ്ണമായും ആ മൊഴി പോലീസ് വിശ്വസിക്കുന്നതിന് കാരണം ഇവർ രാവിലെ മുതൽ മൊഴി മാറ്റിപ്പറയുകയാണ്. പരസ്പരം സംരക്ഷിക്കാൻ എന്ന വണ്ണമാണ് ഈ കുടുംബം ഈ മൊഴികൾ മാറ്റിപ്പറയുന്നത്. പോലീസ് അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കാത്ത ഒരു സമീപനം ഇവരുടെ ഭാഗത്തുണ്ട്. എങ്കിലും ഏറ്റവും ഒടുവിൽ പോലീസ് ഈ ഹരികുമാർ തന്നെയാണ് കൊല ചെയ്തത്, അയാൾക്ക് മറ്റാരെങ്കിലും സഹായം ലഭിച്ചെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഹരികുമാർ അത് കുറ്റം ഏറ്റു പറയുന്നുമുണ്ട്. ഞാനാണ് കൊല ചെയ്തത്, കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഹരികുമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് ഈ മൊഴിയിലും വ്യക്തത വരുത്താനാണ് തുടർ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തിയേക്കും. ഏതായാലും ഈ കുടുംബത്തിലെ 3 പേരെങ്കിലും പ്രതിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. കുട്ടിയുടെ അച്ഛന്റെ കാര്യത്തിൽ വ്യക്തതയില്ല. അമ്മയും അമ്മാവനും കുട്ടിയുടെ അമ്മുമ്മയും അമ്മയുടെ അമ്മയും ഇക്കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കുട്ടിയുടെ അച്ഛനും പ്രതിയാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ കുടുംബത്തിന് വ്യക്തമായ അറിവുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, കുട്ടിയുടെ മരണം എങ്ങനെയെന്ന കാര്യത്തിൽ ഈ കുടുംബത്തിന് വ്യക്തമായ അറിവുണ്ട്. കുട്ടിയെ കൊലപ്പെടുത്തി കിണറ്റിലേക്ക് എറിയുകയായിരുന്നു എന്ന മൊഴിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിശ്വാസം എടുക്കുന്നത്. പക്ഷേ ഹരികുമാർ മാത്രമാണ് എന്ന അയാളുടെ മൊഴി ആ അർത്ഥത്തിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. ഇതാരെങ്കിലും രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. കൂടുതൽ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ പോലീസ് തേടുന്നത്. ഇവർ ഒരു തരത്തിലും രാവിലെ മുതൽ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. നിരന്തരം മൊഴി മാറ്റിപ്പറഞ്ഞ് ഇവർ പോലീസിനെ കുഴയ്ക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഏതായാലും അധികം വൈകാതെ പ്രതിയുടെ അല്ലെങ്കിൽ പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയേക്കും. അതിനുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിന് കാരണമായത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കുട്ടിയെ തന്നെ കൊലപാതകത്തിന് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മറ്റാർക്കും ഈ പങ്കുണ്ടായതെന്ന കാര്യത്തിലൊക്കെയാണ് പോലീസിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംശയമുള്ളത്. അത്തരം കാര്യങ്ങൾ ആത്മഹത്യ ചെയ്യുവാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നുവല്ലോ രാവിലെ സംശയങ്ങൾ. അത് മാറിയിട്ടുണ്ടോ? എന്താണ് ഈ കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും അത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ ഈ 4 പേരും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണ് പോലീസിന്റെ സംശയം. ഈ 2 കാര്യങ്ങളാണ് ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ പോലീസ് നൽകുന്നു. ഒന്ന്, വീട്ടിനുള്ളിൽ തീയിട്ടു, ഈ കട്ടിൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് തീയിട്ടു, പിന്നീട് ആ തീ അണച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ കിണറിനോട് ചേർന്ന ചായ്പിൽ 3 കുരുക്കുകൾ, അത് ഈ അടുത്ത ദിവസങ്ങൾ ഇട്ടതാണോ അല്ലെങ്കിൽ ഇന്നലെ ഇട്ടതാണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവിടെ ഉള്ളതാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും പോലീസ് സ്ഥിരീകരണം വേണ്ടി വരും. ഒരു തരത്തിൽ ചില ഘട്ടത്തിലൊക്കെ പോലീസ് അതൊരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യാജ തെളിവുകൾ ശേഖരിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയതാണ് ുള്ള ഒരു സംശയമൊക്കെ പോലീസ് ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അതിലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തിനാണ് ആ 3 കുരുക്കുകൾ അവിടെ ഇട്ടത്, ഈ തീ ഇട്ടത് എന്തുകൊണ്ടാണ്, തീ ഇട്ടിട്ടും എന്തുകൊണ്ട് ഹരികുമാർ അറിഞ്ഞില്ല, കുട്ടി ആർക്കൊപ്പമാണ് കിടന്നുറങ്ങിയത്, അതിലും പരസ്പര അരുൺ പോലീസിൽ നിന്ന് ചില വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് തോന്നുന്നു. അല്പസമയത്തിനകം പോലീസ് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായത് തിരുവനന്തപുരം ബാലരാമപുരത്താണ്, കോട്ടുകാൽ കോണം എന്ന ഗ്രാമത്തിലാണ്. 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്തയാണ് ആദ്യം വന്നത്. പിന്നീട് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇത് കുട്ടിയെ ആരോ കിണറ്റിലിട്ടതാണ് എന്ന രീതിയിലുള്ള സംശയം ഉയർന്നത്. വീട്ടിലുണ്ടായിരുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ, പിന്നെ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ, കുട്ടിയുടെ അമ്മയുടെ അമ്മ, ഇവരായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരെ 4 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കാര്യം പോലീസ് ശ്രദ്ധിച്ചു. കുട്ടി ഇന്നലെ രാത്രി ആരുടെ കൂടെയാണ് ഉറങ്ങിയത് എന്നുള്ള കാര്യം അത് പലരും പല രീതിയിൽ പറയുന്നു. ഇത് പോലീസിന് സംശയമുണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മാവന്റെ മുറിയിൽ തീ പടർന്നിരുന്നു. ഇക്കാര്യവും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. കുരുക്കുകൾ കണ്ടെത്തിയിരുന്നു. അത് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഇതേ വീട്ടിൽ നിന്നൊരു പരാതി പോലീസിന് കിട്ടിയിരുന്നു. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയായിരുന്നു. പക്ഷേ അന്നും
പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതിനാൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല. അങ്ങനെ ഇത് വ്യാജ പരാതിയാണെന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 2 വയസ്സുകാരി ദേവേന്ദുവിന്റേത് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇപ്പോൾ അമ്മാവൻ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്.